ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ കളിയല്ല കളി എന്നതിലെ ആദ്യ പാഠമാണ്. ടോമോയിലെ കായികമേള എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകളെല്ലാം STD 5 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ടോമോയിലെ കായികമേള. മറ്റെന്തിനുമെന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കുമുണ്ടായിരുന്നു ഒരപൂർവത. ഇതര എലിമെൻ്ററി സ്കൂളുകളിലേതിന് തുല്യമായ 2 മത്സര ഇനങ്ങൾ മാത്രം: വടംവലിയും 3 കാലിലോട്ടവും. മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ്. വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ. സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ. ഉദാഹരണത്തിന് മീൻവായിലൂടെയുള്ള ഓട്ടമെടുക്കാം. മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ചു മോടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ്. ഇവയെ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു. മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടമാരംഭിക്കും. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ മീൻവായിലൂടോട്ടം അവസാനിക്കുന്നു. ടോമോയിൽ ആകെ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 3 പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സംഗതി ലളിതമാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാം, പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല. മത്സ്യത്തിൻ്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ്. ദിഗ്ഭ്രമം പിടിപ്പെടാൻ അത്ര സമയമൊന്നും വേണ്ട. ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിൻ്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി. അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻവായിലൂടോട്ടം. കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. വടംവലി മത്സരത്തിൽ വടം ആഞ്ഞു വലിച്ച് ഹേയ് ഹോ എന്ന ആർപ്പുവിളികളുമായി കൊബായാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കിച്ചാനെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. വിജയികളെ നിർണ്ണയിക്കാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു. ഒറ്റനോട്ടത്തിൽ തികച്ചും നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ പടവുകൾ അസാധാരണമാംവിധം നേർത്തതും ഇടുങ്ങിയതുമാണ്. മാത്രമല്ല, ഓരോ കാൽവയ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടിമറിഞ്ഞ് നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടെ അന്ന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു. ആകെ 8 പടവുകൾ. ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കാലിഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക. ടോട്ടോച്ചാൻ്റെയും 1ാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത്. മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വാദ്യകരമായി തീരുകയും ചെയ്തു. കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു. ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും 1ാമതെത്തി. അത് അവിശ്വസനീയമായിരുന്നു. മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി. കൂടെയുള്ളവർ ഏണിപ്പലകകൾക്കിടയിലൂടെ നൂഴ്ന്നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ. അവനതാ തിരിച്ചിറങ്ങി. ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അസംബ്ലി മന്ദിരത്തിൻ്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു. തൻ്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. ഈ തകാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കിയിട്ടോ. പറ്റില്ല. ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചു. അധ്വാനം മിച്ചം. ഓരോ തവണയും വിജയം അവന് തന്നെ. ടോട്ടോച്ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല. പക്ഷേ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല. വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും. പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവൻ അടിയറവ് പറയുകയേ നിവൃത്തിയുള്ളൂ.
ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത്. എല്ലാറ്റിനും ഒന്നാമതായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ. ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ, രണ്ടാം സമ്മാനം 2 ഉരുളക്കിഴങ്ങ്, മൂന്നാം സമ്മാനം ഒരു പിടി ചീര. ഇങ്ങനെയൊക്കെയാണ്. ഒരുപക്ഷെ ആർക്കറിയാം, തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചവയാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങളെന്ന്. കഥ ഇഷ്ടമായോ മക്കൾക്ക്? എങ്കിൽ നമുക്കിനി ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയാലോ? വായിക്കാം, കണ്ടെത്താം, എഴുതാം. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ. മറ്റു എലിമെൻ്ററി സ്കൂളുകളിൽ നടക്കാറുള്ള 2 മത്സരങ്ങൾ മാത്രമേ ടോമോയിലെ സ്കൂളിൽ നടക്കാറുള്ളൂ. വടംവലിയും 3 കാലിലോട്ടവും. ബാക്കി കായിക ഇനങ്ങളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായതാണ്. ആദ്യത്തേത് മീൻ വായിലോട്ടമാണ്. മീനിൻ്റെ ആകൃതിയിലുള്ള കുഴലിലൂടെയുള്ള ഓട്ടമാണിത്. മറ്റൊന്ന് സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന റിലേ മത്സരമാണ്. ഇതും വളരെ വ്യത്യസ്തമായ ഒന്നാണ്. നേർത്തതും ഇടുങ്ങിയതുമായ പടവുകൾ കയറി ഇറങ്ങിയാണ് ഓരോ കുട്ടികളും ഇത് പൂർത്തിയാക്കേണ്ടത്. ടോമോയിലെ രീതികൾ. ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള. എങ്ങനെയൊക്കെയാണ് കൊബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കൊബായാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ. വിപുലവും സൂക്ഷ്മവുമായ സാമഗ്രികൾ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത കായിക ഇനങ്ങളായിരുന്നു കൊബായാഷി മാസ്റ്റർ കണ്ടുപിടിച്ചത്. സ്കൂളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങളായിരുന്നു ഇവയെല്ലാം. ഉദാഹരണമായി മീൻവായിലോട്ടം. അന്നത്തെ കാലത്ത് സുലഭമായ മീനെടുപ്പുകളായിരുന്നു ഈ മത്സരത്തിൽ ഉപയോഗിച്ചിരുന്നത്. വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത യാസുവാക്കി-ചാനെ പോലുള്ള കുട്ടികൾക്കായിരുന്നു ആ മത്സരത്തിൻ്റെ നിയന്ത്രണ ചുമതല കൊബായാഷി മാസ്റ്റർ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കാനായില്ലല്ലോ എന്ന സങ്കടം ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. റിലേ ഓട്ടത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും മാസ്റ്റർ പങ്കെടുപ്പിക്കുമായിരുന്നു. ഇത്തരത്തിൽ ഓരോ കുട്ടികളെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള നടന്നിരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. രസികൻ പ്രയോഗങ്ങൾ. പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ. വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു വാക്യം കൂടി. കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട്. അവ കണ്ടെത്തിയെടുത്തു. ഏതാനും ഉദാഹരണങ്ങൾ നോക്കിക്കേ. വിജയികളെ നിർണ്ണയിക്കാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കാലിഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക. മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി. ചേരുമ്പോഴും പിരിയുമ്പോഴും. ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ. ഒരു അപൂർവത എന്നീ 2 പദങ്ങൾ ചേർന്നിരിക്കുന്നു. ഇങ്ങനെ 2 വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തൂ. അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം. ഏതാനും ഉദാഹരണങ്ങൾ നോക്കിക്കേ. മറ്റെന്തിനും. മറ്റു പ്ലസ് എന്തിനും. 3 കാലിലോട്ടം. 3 പ്ലസ് കാലിൽ പ്ലസ് ഓട്ടം. മത്സ്യാകൃതി. മത്സ്യ പ്ലസ് ആകൃതി. മീൻ വായിലൂടോട്ടം. മീൻ പ്ലസ് വായിലൂടെ പ്ലസ് ഓട്ടം. പിണഞ്ഞെന്ന്. പിണഞ്ഞു പ്ലസ് എന്ന്. അസാധാരണമാം വിധം. അസാധാരണം പ്ലസ് ആവും പ്ലസ് വിധം. മനോഹര ദൃശ്യം. മനോഹര പ്ലസ് ദൃശ്യം. മത്സരങ്ങളല്ലാത്ത കളികൾ. ടോമോയിലും നമ്മുടെ സ്കൂളുകളിലും നടക്കുന്ന കായികമേളകളും മറ്റു പല കളികളും മത്സരങ്ങളാണ്. അവയിൽ ജയവും തോൽവിയുമുണ്ട്. നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ? അങ്ങനെയുള്ള ചില കളി അനുഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അത് പുതിയൊരു പാഠഭാഗമാണ്. നമുക്കടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ടോമോയിലെ കായികമേള എന്ന പാഠത്തിൽ നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാ മക്കൾക്കും പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലായോ? ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. മറ്റു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്